നിസ്സാരമായ ഒരു പനിയിൽ തുടങ്ങുന്ന എലിപ്പനി മരണകാരണമാകുന്നത് പലപ്പോഴും രോഗിയുടെയും ചികിത്സകന്റെയും അജ്ഞത മൂലമാണ്. ഉഷ്ണമേഖലയിലാണ് എലിപ്പനി കൂടുതലായും കണ്ടുവരുന്നത്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണിത്. എലികളിൽ മാത്രമല്ല, കന്നുകാലികൾ, നായ, പന്നി, കുറുക്കൻ, ചിലയിനം പക്ഷികൾ എന്നിവയിലും ഈ രോഗാണു കണ്ടുവരുന്നു. രോഗാണുവാഹകരായ ജന്തുക്കളുടെ മൂത്രം കലർന്ന ജലാശയങ്ങൾ, ഓടകൾ, കുളങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവയിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് രോഗാണു പ്രധാനമായും മനുഷ്യരിലെത്തുന്നത്. കൈകാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൽ കടന്ന രോഗാണു രക്തത്തിൽ വളരെ വേഗം പെരുകുന്നു. ചിലർക്ക് രോഗം പിടിപെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം തകരാറിലാവുകയും രക്തസ്രാവത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. ശക്തമായ പനി, കുളിർ, തളർച്ച, തൊണ്ടവേദന, വിശപ്പില്ലായ്മ, ശരീരവേദന, ഓർക്കാനം, ഛർദി എന്നിവയാണ് എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് കണ്ണിന് ചുവപ്പ്, നീർവീഴ്ച, വെളിച്ചത്തിലേക്ക് നോക്കുവാൻ പ്രയാസം എന്നീ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. രോഗം സങ്കീർണമായാൽ മരണം വരെ സംഭവിക്കാം. തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ഭേദമാക്കാനാകും. ഏതു പനിയും എലിപ്പനിയാകാം. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാലുടനെ തന്നെ വിദഗ്ധ ചികിത്സ നേടുക. പനിക്ക് സ്വയം ചികിത്സ അത്യന്തം അപകടമാണ്. തൊഴിൽ, ജീവിത ചുറ്റുപാടുകൾ ഇവയെക്കുറിച്ച് ഡോക്ടറോട് പറയുന്നത് ശരിയായ രോഗനിർണയത്തിന് സഹായകരമാകും. പ്രതിരോധം തന്നെ പരമപ്രധാനം. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ അനുവദിക്കാതിരിക്കുക. അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. കൈകാലുകളിലെ മുറിവുകൾ അഴുക്കുവെള്ളം നനയാതെ സൂക്ഷിക്കുക. കുളങ്ങളിലും ജലാശയങ്ങളിലും കുളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. മൃഗപരിപാലനത്തിന് ശേഷം കൈകാലുകൾ ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കുക. പരിസര ശുചിത്വം അത് പരമപ്രധാനം. കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ എലിപ്പനി പോലുള്ള അസുഖങ്ങളും തുടർ മരണങ്ങളും പൂർണ്ണമായും നിയന്ത്രിക്കാനാവൂ.